സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. വടക്കൻ ജില്ലകളിൽ ദിവസങ്ങളായി അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മഴ ശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് നാളെ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മീര മനോഹരൻ ചേരുന്നുണ്ട്. സംസ്ഥാനത്തെ ശക്തമായ മഴ തുടരുകയാണ്. പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഇന്ന് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട് ആയിരുന്നു. മറ്റ് ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ ഉൾപ്പെടെയുള്ള മഴ മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകും എന്നു തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നാളെയും പ്രധാനമായും വടക്കൻ ജില്ലകളിൽ തന്നെയാണ് മഴ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും റെഡ് അലേർട്ടാണ്. മഴ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കാസർഗോഡ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ ഓറഞ്ചും യെല്ലോ ഉൾപ്പെടെയുള്ള അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ലെങ്കിൽ പോലും ഈ മഴ സാഹചര്യം സംസ്ഥാനത്ത് ദിവസങ്ങളായി തുടരുന്ന മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ നേരിയ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. മഴയ്ക്കൊപ്പം 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലുള്ള ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. അതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രധാനമായും വടക്കു പടിഞ്ഞാറൻ രാജസ്ഥാൻ മുകളിൽ നേരത്തെ തന്നെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. അത് തീവ്ര ന്യൂനമർദ്ദമായി തുടരുകയാണ്. അതോടൊപ്പം വടക്കൻ ബംഗാളിന് മുകളിലും ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വടക്കൻ ജില്ലകളിലായിരുന്നു ശക്തമായ മഴ തുടരുന്നുണ്ടായത്. അത് തന്നെയാണ് വരും ദിവസങ്ങളിലും ഉണ്ടാകാൻ പോകുന്നത്. ഈ ജലനിരപ്പ് സമുദ്രങ്ങൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ജലാശയങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ അത്തരത്തിൽ ജലാശയത്തിന് സമീപത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ ഈ കടൽക്ഷോഭ സാധ്യത, ഒപ്പം കടലാക്രമണ സാധ്യത ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് മത്സ്യബന്ധനത്തിന് ഉൾപ്പെടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രത പുലർത്തേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വരുന്ന 5 ദിവസത്തേക്കു കൂടി മഴ തന്നെയാണ്. മഴ കനക്കുമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്.